ഇനി ജ്യോതിഷവിധി പ്രകാരം കുറിച്ചു തന്ന ശുഭമുഹൂർത്തമായി. ഭഗവാന്റെ നെറുകയിൽ നിന്നും സ്വർണ്ണപ്പൊട്ട് വേർപെടുത്തുകയാണ്. എല്ലാവരും പുഷ്പങ്ങൾ അർപ്പിക്കുക. ഭഗവാനെ മഹാദേവ, വാദ്യമേള ഘോഷാദികളോടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാം. വരൂ. അങ്ങ് പറയുന്നത് കേൾക്കുമ്പോ ഇത് കുറച്ച് കാഠിന്യമുള്ള ജോലിയാ. നാം നേരത്തെ പറഞ്ഞുവല്ലോ, ജോലിയുടെ കാഠിന്യം കൂടുന്തോറും കൂലിയും വർദ്ധിക്കുമെന്ന്. വളരെ ഉത്തരവാദിത്തമുള്ള ദൗത്യമാണ് നാം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സസൂക്ഷ്മതയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഘോഷയാത്ര വരുന്ന വഴിയിൽ നിങ്ങൾ പതിയിരിക്കണം. ഘോഷയാത്രയുടെ മുമ്പിൽ നിങ്ങൾ ചാടി വീഴുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരിക്കണം. 2 കുംഭങ്ങളും തട്ടിയെടുത്ത് ശരവേഗത്തിൽ തന്നെ ഓടി മറഞ്ഞിരിക്കണം. എന്താ? ഘോഷയാത്രയൊക്കെ ആവുമ്പോ ഒത്തിരി പേരുണ്ടാവില്ലേ? അവർ ആക്രമിക്കാൻ മുതിർന്നാൽ അവരെ നേരിട്ട് കീഴടക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുമോ? പിന്നെന്തിനാ നീയൊക്കെ വലിയ അഭ്യാസികളും മല്ലന്മാരും ചമഞ്ഞ് നടക്കുന്നത്? അധികം പേരൊന്നും ഉണ്ടാവില്ല. തന്ത്രിയും പരികർമ്മിയും കുംഭങ്ങൾ കൊണ്ടുവരുന്ന ശ്രദ്ധയിലായിരിക്കും. വാദ്യമേളക്കാർ ശ്രുതിയുടെയും താളത്തിന്റെയും ശ്രദ്ധയിലും. പിന്നെയുള്ളത് ഭീരുക്കളായ 1-2 നാട്ടുകാരും. അവരാക്രമിക്കില്ലല്ലോ. നിങ്ങൾ അലർച്ചയോടെ ചാടി വീഴുമ്പോൾ തന്നെ ഏവരും ഒരു നിമിഷം പകയ്ക്കും. ആ ഒരു നിമിഷം മതിയല്ലോ കുംഭങ്ങളും തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ. സ്വർണ്ണപ്പൊട്ടിരിക്കുന്നത് ഏത് കുംഭത്തിലാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? പടുവിഡ്ഢികൾ! അതുകൊണ്ടല്ലേ പറഞ്ഞത് 2 കുംഭങ്ങളും തട്ടിയെടുത്ത് ഓടണമെന്ന്. ശരിയാകുന്നേ. ഘോഷയാത്ര എത്താൻ അധികം വൈകില്ല. പതുങ്ങിയിരിക്കണം അതീവ ജാഗ്രതയോടെ. കുംഭങ്ങളും കൊണ്ടല്ലാതെ നമ്മുടെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. ശരിയാകുന്നേ. പോകാം.
നിൽക്കണേ. നിങ്ങൾ എവിടെ പോകുന്നു? തൃക്കടയൂർ ക്ഷേത്രത്തിലേക്ക്. നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയില്ലേ? അറിയാം. ഈ വഴി എത്രയോ തവണ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നു. ശരി തന്നെ. ആ വഴിക്കും ക്ഷേത്രത്തിലേക്ക് പോകാം. ആ വഴിക്ക് പോയാൽ ഈ വഴിക്ക് പോകുന്നതിന്റെ പകുതി യാത്രയെ വേണ്ടൂ ക്ഷേത്രത്തിലേക്ക് എത്താൻ. നിങ്ങൾ ആ വഴിക്ക് പോകുന്നതാണ് ഉത്തമം. ആ യാത്ര ശുഭകരമാകുള്ളൂ. എന്താ വേണ്ടത്? എന്താ, നിങ്ങൾക്ക് ഈ വൃദ്ധയെ വിശ്വാസമാകുന്നില്ലേ? വിശ്വാസമാണ്. ഇവര് പറഞ്ഞ വഴിക്ക് തന്നെ പോയാ മതി. ആയിക്കോട്ടെ. ഘോഷയാത്രയുടെ കൊട്ടും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നേരം എത്രയായി? ഘോഷയാത്ര കടന്നു വരുന്നത് ഈ വഴിക്കല്ലെന്ന് വരുമോ? ഈ വഴിക്കാണെന്നല്ലേ അങ്ങന്ന് തറപ്പിച്ചു പറഞ്ഞത്? ഇന്ന് ഇനി വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. കൊല്ലാപ്പായല്ലോ. ആ കരികാലിനൊരു യമകണ്ട കാലിന. അഥവാ ഘോഷയാത്ര വന്നില്ലെങ്കിൽ കുറ്റം നമ്മുടേതല്ല. എന്തായാലും കരികാലം നമ്മളെ നിർത്തി പൊരിച്ചിരിക്കും. ആ, കുറച്ചു നേരം കൂടി നോക്കാം. കർമ്മങ്ങളൊക്കെ കേമമായിരുന്നില്ലേ പുല്ലേപ്പാടൻ? ബഹുക്ഷേമമായിരുന്നു. ഒരശുഭവും സംഭവിച്ചില്ല. ഈ കുംഭം സ്വീകരിച്ച് ഇതിലുള്ള പൊട്ടെടുത്ത് ഭഗവാന് ചാർത്തുക.
അധികാരി അദ്ദേഹം ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അധികാരി അദ്ദേഹം പൂങ്കൊടിയോട് മാപ്പ് പറയാമെന്നായിരുന്നു വാക്ക്. അങ്ങ് മാപ്പ് പറയണമെന്ന് രാജാവിന്റെ കർശനമായ കൽപ്പനയുമുണ്ട്. വാക്ക് പാലിക്കണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നാം അത് മഹാരാജാവിനെ അറിയിച്ചിരിക്കും. പൂങ്കൊടിയുടെ മാല പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞതിലും നാം ഖേദിക്കുന്നു. മാപ്പ്. ഇപ്പോൾ തന്നെ പൊട്ട് വിഗ്രഹത്തിൽ ചാർത്താം. നിഷ്ഫലമായി. നിന്നെയൊക്കെ കൊണ്ടുവന്ന് കുടിയിരുത്തിരിക്കുന്നത് കുംഭകർണന്റെ സേവയ്ക്കല്ല, ശുംഭന്മാർ. അങ്ങുന്നേ, ഞങ്ങൾ കാത്തുനിന്ന വഴിക്ക് ആ സമയം ഘോഷയാത്ര വന്നിട്ടില്ല. സത്യമായും വന്നിട്ടില്ല അങ്ങുന്നേ. വന്നില്ലേ? സുഷുപ്തിയിലായിരുന്ന നിങ്ങൾ ഘോഷയാത്ര കടന്നുപോയത് കണ്ടിട്ടുണ്ടാവില്ല. അതല്ലേ സത്യം? അതെന്തോന്നങ്ങുന്നേ, കൊട്ടും കുരവയും കുഴൽവിളിയുമായി വരുന്ന ഘോഷയാത്ര കടന്നു പോകുന്നത് ഞങ്ങൾ അറിയാതിരിക്കൂ? കൂർക്കം വലിച്ചുറങ്ങിയിട്ടൊന്നുമില്ല, ഒന്നും മയങ്ങിപ്പോയി, അത്ര തന്നെ. ഘോഷയാത്ര അതുവഴി കടന്നുപോയിട്ടില്ലെന്ന് എവിടെ വന്നു വേണമെങ്കിലും ഞങ്ങൾ സത്യം ചെയ്യാം. നിന്നെയൊക്കെ കെട്ടിയെടുത്ത് സത്യം ചെയ്യിപ്പിച്ചിട്ട് എന്താ കാര്യം? നിന്നെയൊക്കെ ഈ കാര്യം ഏൽപ്പിച്ച നമ്മെ പറഞ്ഞാ മതി. സർവ കണക്ക് കൂട്ടലുകളും തെറ്റിയല്ലോ. കടന്നുപോയിക്കോ, ഉത്തരവാദിത്തമില്ലാത്ത ശുംഭന്മാർ, പോയിക്കോ. പൂങ്കൊടിയുടെ മുന്നിൽ പരസ്യമായി മാപ്പ് ചോദിച്ചതോടെ കരികാലന്റെ അഹന്തയൊക്കെ ഒടുങ്ങി. ഇനി അയാൾ പത്തിയൊക്കെ മടക്കി മാളത്തിൽ ഒളിച്ചോളൂ. നിങ്ങളോടുള്ള ദീർഘകാലത്തെ സഹവാസം കൊണ്ട് പൂങ്കൊടി ഭക്തിയും നന്മയും മനുഷ്യത്വമുള്ളവളുമായി. അതിലെനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളോടൊക്കെ തീരാത്ത നന്ദിയും. പക്ഷേ പൂങ്കൊടിയുടെ മുന്നിൽ കരികാലൻ മാപ്പ് പറഞ്ഞതിന്റെ ആശങ്കയാണോ? ദൈവമല്ലേ മാപ്പ് പറയിച്ചത്. ഇനി അയാൾക്ക് ദൈവഭയം താനേ ഉണ്ടായിക്കോളൂ. എന്നാലും ഒരു കീഴാള പെണ്ണിന്റെ മുന്നിൽ മാപ്പ് പറയേണ്ടി വന്ന പക അയാളിൽ എന്നും ഉണ്ടാകും ചേച്ചി. പൂങ്കൊടി, ഭക്തിയുടെ മേൽ ഭയം ഒരിക്കലും മേൽക്കൈ നേടാൻ പാടില്ല. ദൈവം ഓരോരോ ദുരവസ്ഥയിലും ഹിതകരമായ അവസ്ഥകളും മനുഷ്യർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. പുണ്യവതിയായ നീയിപ്പോ ഭാഗ്യവതി കൂടെയാണ്. ആരുടെ പകയും ഇനി നിന്റെ മുന്നിൽ വിലപ്പോകില്ല. മീനാക്ഷിയുടെ വിശ്വാസം അത് ഞങ്ങളെ രക്ഷിക്കട്ടെ. ചേച്ചിയുടെ വിശ്വാസം മാത്രമല്ല,
കുടിലിന്റെ മുറ്റത്ത് നിങ്ങളെ കാക്കാൻ ശിവചൈതന്യമുണ്ട്. ഞാൻ മുറ്റത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമേ. ശ്രീനീലകണ്ഠ ഭഗവാനെ, അങ്ങയുടെ നെറുകയ്ക്ക് ഭൂഷണമായ സ്വർണ്ണപ്പൊട്ട് പോലും കാഴ്ചയായി ഈ ഉള്ളവൾക്ക് സമർപ്പിച്ച ദാനധർമ്മിഷ്ഠനായ അങ്ങേക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. മേലധികാരി മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉയർന്ന നിലയിലുള്ളവളാണെന്നോ എല്ലാം തികഞ്ഞവളാണെന്നോ ഉള്ള ഭാവം എന്നിൽ ഒരിക്കലും ഉണ്ടാവില്ല ഭഗവാനെ. എല്ലാവരുടെ മുന്നിലും വിനീത ഭാവം കാട്ടാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടാകണേ ഭഗവാനെ. എന്റെ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ത്രാണി മാത്രമേ എന്റെ ഭക്തിക്ക് ഞാൻ അങ്ങയോട് വരമായി ചോദിക്കുന്നുള്ളൂ. ആ വരം കൂടി കനിഞ്ഞ് അനുഗ്രഹിച്ചാലും ഞാൻ എന്നും അങ്ങയുടെ ഭക്തദാസിയായി കഴിഞ്ഞുകൊള്ളാം. എന്റെ അപേക്ഷ കൈവെടിയരുതേ ഭഗവാനെ.